കേരളത്തിൽ വികസന മുന്നേറ്റമുണ്ടാക്കാൻ എൻ.ഡി.എക്കും ബി.ജെ.പിക്കും മാത്രമേ സാധിക്കൂവെന്ന് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച അധികാരത്തിൽ വന്ന് മാറ്റം കൊണ്ടുവരികയാണ് ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരിയിൽ ബി.ജെ.പി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ നേതാവാകാൻ വന്നതല്ല, പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെ നേതാവാക്കാൻ വന്നതാണ്. ബി.ജെ.പിയെ അധികാരത്തിൽ കൊണ്ടുവരികയാണ് ദൗത്യം. അത് പൂർത്തീകരിച്ചു മാത്രമേ പോകൂ. ഇത് കേരള നാട്ടിലെ ആരാണെങ്കിലും ആരോട് ചോദിച്ചാലും അവർക്ക് ഈ സ്ഥിതി ഇനി വേണ്ടെന്ന് അവർ തീരുമാനിച്ചു. അവർക്ക് മാറ്റം വേണമെന്ന് അവര് ഒരു ഡീപ്പ് ഒരു ആഗ്രഹമാണ്. എനിക്ക് ചുമതല തന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു സംസ്ഥാന കൗൺസിൽ മീറ്റിംഗ്, എന്റെ ഒരു ദൗത്യം ബി.ജെ.പിയെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ഒരു ദൗത്യം. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ എഴുതുകയുള്ളൂ. ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ദൗത്യമാണ്. ഞാൻ ഒരു ലക്ഷ്യം എടുത്താൽ അതിനെ വിടുന്ന ആളല്ല. ഞാനിവിടെ നേതാവാനല്ല വന്നിരിക്കുന്നത്. വികസിത കേരളം നമ്മുടെ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ നേതാവ് ആക്കാനാണ് വന്നിരിക്കുന്നത്. 4 കോടി വരുന്ന മലയാളികളുടെ ക്ഷേമവും വികസനവുമാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തലശ്ശേരി സംഗമം ഓഡിറ്റോറിയത്തിൽ ബി.ജെ.പി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൺവെൻഷനിൽ കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി അധ്യക്ഷത വഹിച്ചു. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്, ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി. സദാനന്ദൻ, സംസ്ഥാന സെക്രട്ടറിമാരായ കെ. രഞ്ജിത്ത്, അഡ്വക്കേറ്റ് എസ്. സുരേഷ്, മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ. ഹരിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.